വിഷ്ണു, മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ്സിൽ ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. എന്താ, ഒരു യുവതി TTRനെ മർദ്ദിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതെ TTRക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഈയിടെയായിട്ട് കുറച്ച് വർദ്ധിച്ചു വരുന്നുണ്ട്. അതെ ശരിയാണ്. അതൊരു ട്രെൻഡ് പോലെ എടുക്കുമോന്നും അറിയില്ല. അപ്പോൾ എന്താ, ഒരു യുവതിയെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ആ സ്ത്രീ എന്താ സ്ലീപ്പറിൽ കയറുകയും അത് ചോദ്യം ചെയ്ത TTRയെ എന്താ മർദ്ദിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുഖത്ത് തന്നെ അടിച്ചിട്ട് ആ TTRൻ്റെ മുഖത്ത് എന്താണ് മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്താണ് വിഷ്ണുവിന് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ കുട്ടി എടുത്തിരിക്കുന്നത് ജനറൽ ടിക്കറ്റാണ്. അപ്പോൾ ജനറൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം ആ കുട്ടി സഞ്ചരിക്കുന്നത് AC കോച്ചിൽ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ആ കുട്ടിയുടെ ഭാഗത്താണ് തെറ്റ്. കാരണം നിയമം കർക്കശിക്കുന്ന ഒരു കാര്യം തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് ചോദ്യം ചെയ്യുക എന്നതാണ് ആ TTR ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ TTRനെ ആദ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ കുട്ടി നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് ചോദിച്ചതിന് അവിടെ എന്താ മോശം വാക്കുകൾ ഉപയോഗിക്കുകയാണ്. ആദ്യം മോശം വാക്കുകൾ ഉപയോഗിച്ച് തെറി പറയുകയാണ്. ഇതിനൊപ്പം തന്നെ പിന്നീട് പ്രകോപിതയാവുകയാണ്, അടിക്കുകയാണെന്നുള്ളതാണ്. അത് എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? തെറ്റിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വിഷയമാണത്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നുള്ളത് നമ്മൾ വളരെ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണത്. തീർച്ചയായിട്ടും. ഒന്നാമത് ഈ യുവതികൾ കുറച്ചുകൂടി നിയമം കയ്യിലെടുക്കുന്നു എന്ന് എല്ലാ ഒരു കമൻറ്റ് സെക്ഷൻ ആയാലും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുമ്പോഴും അവർക്ക് കൂടുതൽ എന്താണ് പ്രിവിലേജ്, എന്താണ് കേസ്, എന്തായാലും നിയമം അവരുടെ കയ്യിലായതുകൊണ്ട് കൂടുതൽ മുതലെടുക്കുന്നു എന്നുള്ളത് വളരെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ കൂടിയാകുമ്പോൾ അതിനെതിരെ ഒരു രണ്ട് യുവാക്കൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ അവരതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരും അവിടെ ഉണ്ടായിരുന്നു, അവരും ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീപ്പറിൽ കയറി എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താ ഈ യുവതിയോട് TTR ചോദിക്കുന്നതൊക്കെ ഇവർ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ TTR ആവശ്യപ്പെട്ടിട്ടാണ് ഈ യുവാക്കൾ വീഡിയോ എടുക്കുന്നത്. അതൊരു തെളിവിന് വേണ്ടിയായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഒന്നും രണ്ടും പറഞ്ഞ് അടിയാകുന്നു, മൂക്കിന് ഇടി കിട്ടുന്നു, ചോര വരുന്നു. അപ്പോൾ ഈ TTR ഫോൺ വിളിക്കുകയാണ്, പോലീസിനെ വിളിക്കുമ്പോൾ ഈ സ്ത്രീ അങ്ങോട്ട് പറയും, വിളിക്കൂ, പോലീസിനെ വിളിക്കൂ, നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറയാം എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായും എന്താണ് നിയമം അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു ഇത് കൊണ്ടാണ്. കൂടാതെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സ്ലീപ്പറാണ്, രാത്രി 7:30 സമയം. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനെ എന്താ സ്ലീപ്പർ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെ ആരും ഉറങ്ങാനോ ഒന്നും ചാൻസ് ഇല്ല. കൂടാതെ ഇവരൊക്കെ കണ്ടു നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഒരു പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഈ സ്ത്രീകൾക്കുള്ള ഒരു പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഈ പ്രയോറിറ്റി എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, പ്രിയദർശിനി യാത്രയൊക്കെ ഇവിടെ ഇതാക്കിയതാണ്, ഇവിടെ VD സതീശൻ സർക്കാർ തന്നെ നടപ്പാക്കിയാണ്. അപ്പോൾ അതിനൊക്കെ വരുന്ന വിമർശനങ്ങൾ നമ്മളിവിടെ കണ്ടതാണ്. എന്തിനാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്, എല്ലാ സ്ത്രീകൾക്കും എന്തിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് എന്തിനു കൊടുക്കുന്നു? ഇവിടെ ഈ പെൺകുട്ടി കാണിച്ചിരിക്കുന്നത് ശരിക്കും നിയമവിരുദ്ധമായ നടപടിയാണ്. അവർക്കെതിരെ നടപടി എടുക്കേണ്ട വിഷയം തന്നെയാണ്, നിയമവിരുദ്ധമാണ്. ഇത്തരം നടപടികൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിപ്പോൾ താൻ എന്നെ കയറി പിടിച്ചു എന്ന് ഞാൻ പറയും എന്ന് പറയുന്നത്, ശരിക്കും അങ്ങനെ പറയുമ്പോൾ ഇത് ശരിക്കും അത് അനുഭവിച്ച ആളുകൾക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കല്ലേ ഇത് കാണാത്തവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ പെണ്ണിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ എന്നോടൊരാൾ വന്നിട്ട്, എന്നോടൊരു പെൺകുട്ടി വന്ന് പറയുകയാണ് അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറി, ഞാനത് കണ്ണും പൂട്ടി വിശ്വസിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. കാരണം അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അല്ലെങ്കിൽ അത് ഇപ്പോൾ നമ്മളെ സത്യമാണെന്ന് വിചാരിച്ചാണ് വിശ്വസിക്കുന്നത് എല്ലാം. ഇപ്പോൾ ഒരു പെൺകുട്ടി വന്ന് പറയുന്നു എന്നെ ആൾ കയറി പിടിച്ചു മോശമായിട്ട്, ആൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അത് വിശ്വസിച്ച് പോകും. പക്ഷേ നമ്മളെല്ലാവരും, നമ്മൾ ഭൂരിഭാഗം സ്ത്രീകളെയും കുറ്റം പറയുന്നതല്ല. പക്ഷേ കുറച്ച് പേരിങ്ങനെ, എല്ലാ വിഭാഗത്തിലും കുറച്ച് പേരുണ്ടെന്ന് പറയും പോലെ ഇങ്ങനെ കാണിക്കുന്ന ആളുകളുണ്ട്. അതവരൊരു ഇതാക്കിയെടുത്ത്, അവരുടെ ഒരു ആയുധമാക്കി എടുത്തിരിക്കുകയാണ്. എൻ്റെ കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ ആക്കും എന്നുള്ളത്. അതെങ്ങനെയാണ് അതിന് മനസ്സ് വരുന്നത് എന്നുള്ളത് ഇപ്പോഴും വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ചിലർക്കത് വിട്ടുകൊടുക്കാൻ, അതായത് വാഗ്വാദത്തിൽ വിട്ടുകൊടുക്കാൻ മടിയുള്ള കുറച്ച് പേരുണ്ട്. അതായത് എന്തെങ്കിലും ചെയ്തിട്ടായാലും എനിക്ക് ഇയാളുമായി വാഗ്വാദത്തിൽ കയറി
ജയിക്കണം എന്നുള്ള കുറച്ച് മെൻറ്റാലിറ്റി ഉള്ളവരുണ്ട്. പക്ഷെ അങ്ങനെ ജയിക്കാൻ വേണ്ടി തന്നെ ആണെങ്കിലും അയാൾ അത് ആ സ്ത്രീയുടെ വ്യക്തിത്വം അല്ലേ അവിടെ അങ്ങനെ ആ ജയിക്കാൻ വേണ്ടിയാണെങ്കിലും ആ സ്ത്രീയുടെ വ്യക്തിത്വത്തെ അല്ലേ അവർ വച്ച് വില പേശുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ പറയുന്നത്, എന്നെ കയറി പിടിച്ചു എന്ന് പറയുന്ന പറയുന്നേ. ഈ കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ അവർക്ക് തന്നെയല്ലേ അത് മോശമായിട്ട് തന്നെ വരുന്നത് അവർക്ക് തന്നെയല്ലേ. പിന്നീടുള്ള ദിവസങ്ങളിലായാലും അവർക്ക് തന്നെയല്ലേ അത് വളരെ മോശമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സംഭവമായിട്ട് വരുന്നത് രണ്ടുപേർക്കും. ഇപ്പോൾ ഈ കയറി പിടിച്ചെന്ന് പറയുന്ന ആൾക്കായാലും അങ്ങനെ ആയ രണ്ടുപേർക്കായാലും അത് വളരെ മോശമാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അത് ഒരു ആയുധമാക്കി ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഉപയോഗിക്കുക എന്നുള്ളത് അത് നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ യുവാക്കളുടെ വീഡിയോയിൽ തന്നെ അവിടെ ചുറ്റും കൂടിയിരുന്നവരുടെ കുറച്ച് പ്രതികരണം ആ യുവാക്കൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവരും ഈ TTRന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ അവർ പറഞ്ഞതനുസരിച്ച് ഏകദേശം ആ കമ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും, ആ ബോഗിയിലുള്ള എല്ലാവരും ഈ TTRന് അനുകൂലമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ച പറ്റി, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു എന്നുള്ളത് ഉറപ്പാണ്. ഇതിപ്പോൾ ആ രണ്ട് ചെറുപ്പക്കാർ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് സത്യം മനസ്സിലായി. ഇപ്പോൾ അവരവിടെ നേരിട്ട് കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് അവർ നേരത്തെ അപ്പം തന്നെ വീഡിയോ തന്നെ എടുത്തിട്ടത്, ലൈവായിട്ട് തന്നെ എടുത്തിട്ടത്. TTRന് അത് മുന്നേ മനസ്സിലായി. അതുകൊണ്ട് TTR ആ യുവാക്കളോട് പറയുകയായിരുന്നു, വീഡിയോ എടുക്കൂന്ന് പറയുകയായിരുന്നു. അതെ. കാരണം TTRന് ആ പ്രശ്നത്തിനിടക്ക് ഫോൺ എടുത്തത് ചിലപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിരവധി ഇതുപോലെയുള്ള വ്യാജ പ്രചാരണങ്ങൾ സ്ത്രീകളിൽ നിന്ന് ചിലരിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നടൻ നിവിൻ പോളിക്കെതിരെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരെന്നെ കയറി പിടിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത് കള്ളമാണെന്ന്, വ്യാജ പ്രചാരണമാണെന്ന് ഇവിടെ തെളിഞ്ഞു. കാരണം ഈ ഷൂട്ടിംഗ് അദ്ദേഹം ആ സമയത്ത് ഇപ്പോൾ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ഇതാക്കി എന്ന് പറയുന്ന ദിവസങ്ങളിൽ നിവിൻ പോളി ഇവിടെ ഇല്ല. നിവിൻ പോളി സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വേറൊരു സ്ഥലത്തായിരുന്നു എന്നുള്ള. അപ്പോൾ അതുപോലെ പല ആരോപണങ്ങളും പലർക്കും നേരെ സ്ത്രീകൾ ഉന്നയിക്കുന്നുണ്ട്. പല വാർത്തകളുടെ പിന്നിലും നമ്മളിത് അന്വേഷിച്ചു പോയാൽ ചിലപ്പോൾ ഇതൊക്കെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത് തന്നെയായിരിക്കും, വ്യാജ ആരോപണങ്ങൾ. ഒരിക്കലും നമുക്ക് എല്ലാം അതിനെ വ്യാജം എന്ന് പറയാനും പറ്റില്ല. പക്ഷേ ഈ വ്യാജം ഇപ്പം നമ്മൾ സത്യമായത് ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ആണെങ്കിൽ തന്നെ നമുക്ക് ഇത്തരം കുറേ സംഭവങ്ങൾ കാരണം അതിനെ വിശ്വസിക്കാൻ പറ്റാതെ വരുന്നു. അതാണ് ഇപ്പോൾ മാനസികമായിട്ട് അത്തരം വേദനിച്ച് പറയുന്നൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് അവരനുഭവിച്ച ദുരനുഭവങ്ങളുണ്ടല്ലോ, ആ ദുരനുഭവങ്ങളിൽ നിന്ന് അവർ സംസാരിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ എനിക്കത് കള്ളമായിട്ട് ഇനി തോന്നുള്ളൂ. കാരണം എന്താ, ഇതിപ്പോൾ ഇത്തരം കുറേ സ്ത്രീകൾ ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തുക. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, പറയാൻ പറ്റില്ല. ഇവർ പറയുന്നത് മുമ്പിൽ വന്ന് കള്ളമാണോ സത്യമാണോ പറയുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം? അതാണ്. ഇത്തരം ആരോപണങ്ങൾ പലതരത്തിലും ചിലപ്പോൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടാകാം. പല വാർത്തകളുടെ പിന്നിലൊക്കെ ഒരുപാട് ഉണ്ടാവണം. അതൊരു ആയുധമാക്കി ഇപ്പോഴും എടുക്കുന്നു എന്നുള്ളതാണ് നമുക്കത്. എന്തായാലും ഈ ഒരു കേസിന് ഇപ്പോൾ ആ TTR ഷൊർണൂർ, എനിക്ക് തോന്നുന്നു ഷൊർണൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പരാതി നൽകുകയും അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു. ആ സ്ത്രീക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. എന്നാലും ഞാനിവിടെ മനസ്സിലാക്കുന്നത് ഈ കൈവയ്ക്കാനൊക്കെ ഉള്ള ഒരു അധികാരം എങ്ങനെയാണ്, അതും ഒരു TTRനാണ് കൈവയ്ക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ്. ഒരു TTRനെ കയറി കൈവയ്ക്കുക എന്നുള്ളതാണ്. അതും അദ്ദേഹം അവിടെ ആരോടും മോശമായിട്ടൊന്നും പെരുമാറിയിട്ടുമില്ല, മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം എന്താ ചോദിച്ചത്, ഈ സ്ലീപ്പറിൽ അല്ലെങ്കിൽ ആ ഒരു റിസർവ്ഡ് ആയിട്ടുള്ള കോച്ചിൽ കയറിയ ഒരാളോട്, ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവ്ഡ് ആയ കോച്ചിൽ കയറിയ ഒരാളോട് ടിക്കറ്റ് ചോദിച്ചു. എന്താ ടിക്കറ്റ് ഇല്ലാതെ, എന്നാൽ ഇവിടുന്ന് ഇറങ്ങണം, ഒന്നെങ്കിൽ വനിതാ സംവരണമുള്ള അവിടെ ബോഗിയിൽ കയറാൻ പറഞ്ഞു. അത്ര മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത്രമാത്രം പറഞ്ഞതിന് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് നിരന്തരം ചീത്തവിളികളും ഇതാണ്. തന്നെ മോശക്കാരനാക്കുമെന്ന് വരെ അവരവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. അതൊരു വളരെ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തായാലും ഇതിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം കണ്ടറിയാം അല്ലേ? അതെ. അത് വളരെ നോക്കിയിരുന്ന് കാണണം. ഇതുപോലെയുള്ള എത്ര കേസുകൾ വരും എന്നുള്ളത് നമുക്ക് ഇനിയും നോക്കിയിരുന്ന് കാണേണ്ടി വരും.